ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി ശരീഅത്ത് സമ്മേളനം നടത്തുന്നു. നവംബർ 3 കൊച്ചിയിൽ നടക്കുന്ന ശരീഅത്ത് സമ്മേളനത്തിൽ പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടിയാലോചനാ സമിതിയിലെ 40 പണ്ഡിതന്മാരും മത സാമൂഹിക നിയമരംഗത്തെ പ്രമുഖരും സംബന്ധിക്കും. നിലവിലുള്ള വ്യക്തിനിയമങ്ങൾ രാജ്യത്ത് വ്യത്യസ്ത ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും സൃഷ്ടിച്ചിട്ടില്ല. ഇസ്ലാമിക ശരീഅത്തിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാനും ഇസ്ലാമിന്റെ മാനവിക സന്ദേശം സമൂഹത്തിന് പങ്കുവെക്കാനും ശരീഅത്ത് സമ്മേളനം വഴിയൊരുക്കും. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ പരാമർശമുള്ള സമ്പൂർണ്ണ മദ്യനിരോധനം ഇന്നുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. തുല്യവേതനവും സാമ്പത്തിക സുരക്ഷയും നടപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല. രാജ്യപുരോഗതിക്ക് അത്യാവശ്യമായ ഇത്തരം കാര്യങ്ങളിൽ അലംഭാവം കാണിക്കുകയും ന്യൂനപക്ഷങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കാനും വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഛിദ്രത വളർത്താനുമായി ഇസ്ലാമിക ശരീഅത്തിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നീതീകരിക്കാനാകില്ല. രാജ്യത്തെ മതേതര ശക്തികൾ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഒന്നിച്ചുനിന്ന് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, പൊന്മാള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, പ്രൊഫസർ KM A റഹീം, അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ, N അലി അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു.